ജീവിതത്തിൻ്റെ അർത്ഥവും ആഴങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാൻ ഈശോയോടൊപ്പം ഞാൻ സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഒരു ദിവസത്തിൽ കുറച്ച് സമയമെങ്കിലും തമ്പുരാനോട് ചേർന്നിരിക്കുക. അതിനുള്ള സമയമാണ് നാഥനോടൊപ്പം. ജീവിതത്തെ കുറെ കൂടി ധന്യമാക്കാൻ, ആഴമുള്ളതാക്കാൻ, സ്വസ്ഥതയോടും സമാധാനത്തോടും ഏകാന്തതയോടും കൂടി ദൈവതിരുസന്നിധിയിലാകാൻ കഴിയാതെ പോകുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. ദൈവസാന്നിധ്യത്തിലായിരിക്കാൻ ഒരിടമില്ലാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ഒരു സ്ഥലമില്ലാതെ പോകുന്നു. സമൂഹപരമായി ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനുള്ള ഒരു സ്ഥലമാണ് ദേവാലയം. പക്ഷേ വ്യക്തിപരമായി ദൈവത്തിൻ്റെ നിമന്ത്രണം കേൾക്കാനുള്ള ഇടം അതെൻ്റെ ശരീരമാണ്, അതെൻ്റെ ഹൃദയമാണ്, അതെൻ്റെ മനസ്സാണ്. ആ ശരീരവും ഹൃദയവും മനസ്സും നിശബ്ദതയിലാക്കണം, വിശുദ്ധമാക്കണം, ഏകാന്തതയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ കതകുകളടച്ച് രഹസ്യത്തിൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം എന്ന്. വിപ്ലവമായ സന്തോഷവും അമിതമായ വാക്കുകളും ഘോരമായ ശബ്ദ കോലാഹലങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സ്വരം എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ കഴിയാതെ പോകുന്നു. ആനന്ദത്താലല്ല, അർത്ഥമില്ലാത്ത ജീവിതത്തിൻ്റെ അതൃപ്തിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുക. അതുകൊണ്ട് തന്നെ പലരും ജീവിതത്തിൽ നിന്ന് തിരിച്ചു നടക്കുകയാണ്. ഉത്ഥാനത്തിന് ശേഷം പ്രതീക്ഷ നഷ്ടപ്പെട്ട ശിഷ്യന്മാർ വലയെടുത്ത് തിരിച്ചു നടന്നതുപോലെ എവിടെയൊക്കെയോ ആനന്ദം നഷ്ടപ്പെടുന്നു, എവിടെയൊക്കെയോ ജീവിതത്തിൻ്റെ അതൃപ്തികൾ കൂടി വരുന്നു. ഞാൻ എത്തി നിൽക്കേണ്ട സ്ഥലത്തിൻ്റെ ലക്ഷ്യം എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നു എന്നൊരു തോന്നൽ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരിച്ചു വരാം. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്നുള്ള ഈശോയുടെ ചോദ്യത്തിന് മുൻപിൽ പത്രോസ് നൽകിയ ഉത്തരം ഞാനും നിങ്ങളും ഏറ്റു പറയേണ്ട ഉത്തരമാണ്. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ. അതെ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? പോയാലും എവിടം വരെ പോകാനാവും? ഇല്ല, അങ്ങയെ വിട്ട് ഒരിക്കലും ഒരിടത്തേക്കും ഞാൻ യാത്രയാവില്ല എന്നുള്ള വലിയ വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ഗാനം ആലപിക്കാം. എങ്ങാനും ഒന്നകന്നു പോയാൽ നമ്മളെ തിരികെ കൊണ്ടുവരാനായി രാപകൽ കാത്തിരിക്കുന്ന ദൈവസ്നേഹത്തെ മറന്നു പോവുകയും വരുന്നു. അതാണ് അവൻ്റെ കാരുണ്യം, അതാണ് ദൈവനീതി, അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ കണ്ണുനീരോടെ, വലിയ നന്ദിയോടെ നമുക്കായിരിക്കാം, പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം ധാരാളം എന്നിലും നിങ്ങളിലും നിറയട്ടെ. ദൈവസ്നേഹത്തിൽ നമുക്ക് ജീവിക്കാം, ആനന്ദത്തോടെ മുന്നോട്ട് പോകാം.
ജീവിതം വഴിമുട്ടി നിന്ന നാളിൽ നാഥനന്റെ കൂടെയില്ലെന്നോർത്തു. ജീവിതം വഴിമുട്ടി നിന്ന നാളിൽ നാഥനന്റെ കൂടെയില്ലെന്നോർത്തു. പഴയ വലയും വള്ളവും എടുത്തു ഞാൻ ജീവിതത്തെ നോക്കി ആഞ്ഞു തുഴഞ്ഞു. ഓ ജീവിതം വഴിമുട്ടി നിന്ന നാളിൽ നാഥനന്റെ കൂടെയില്ലെന്നോർത്തു. തിരകളലറുമ്പോ ഓർമ്മകൾ ഓരായിരം മനം തകരുന്നു പോയ ദിനങ്ങളോർക്കുമ്പോ. തിരകളലറുമ്പോ ഓർമ്മകൾ ഓരായിരം മനം തകരുന്നു പോയ ദിനങ്ങളോർക്കുമ്പോൾ. തകർന്നു വീണ സ്വപ്ന സൗധം മാത്രം മുന്നിൽ, പ്രതീക്ഷയെല്ലാം നഷ്ട സ്വപ്നങ്ങൾ മാത്രമായി. പഴയ ജീവിത വഴിയിലേക്കു തിരിച്ചു നടന്നു ഞാൻ, തിരിച്ചു നടന്നു ഞാൻ. ജീവിതം വഴിമുട്ടി നിന്ന നാളിൽ നാഥനന്റെ കൂടെയില്ലെന്നോർത്തു. ആഞ്ഞു വീശിയ വലയിലൊന്നും കണ്ടതില്ല, വെളുക്കുവോളം തുഴ പിടിച്ചു തളർന്നു പോയി. ആഞ്ഞു വീശിയ വലയിലൊന്നും
കണ്ടതില്ല. വെളുക്കുവോളം തുഴ പിടിച്ചു തളർന്നു പോയി. കരയിൽ നിന്നാ മൃദുസ്വരം ഞാൻ കേട്ട മാത്രേ വല നിറയെ മത്സ്യവും അകം നിറയെ നാഥനും വലിയ മുക്കുവനരികിലേക്കോടിയെത്തി ഞാൻ ആശയോടെ. ജീവിതം വഴിമുട്ടി നിന്ന നാളിൽ നാഥനന്റെ കൂടെയില്ലെന്നോർത്തു. പഴയ വലയും വള്ളവും എടുത്തു ഞാൻ ജീവിതത്തെ നോക്കി ആഞ്ഞു തുഴഞ്ഞു. ഓ വിശുദ്ധ പൗലോസ്ലേഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പുതിയ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നതും മറ്റൊന്നുമല്ല, വിശുദ്ധരായി മാറുക. വിശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഉന്മേഷമോ നിങ്ങളുടെ ആനന്ദമോ നിങ്ങളുടെ ഊർജമോ ഒന്നും അതില്ലാതാക്കുന്നില്ല. മറിച്ച് ദൈവത്തെ കൂടുതൽ ആശ്രയിക്കാൻ നിങ്ങളുടെ വിശുദ്ധി നിങ്ങളെ പ്രാപ്തരാക്കും. ദൈവാശ്രയം നിങ്ങളിൽ കൂടുമ്പോൾ എല്ലാ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നും നിങ്ങൾ മോചിതരാവുകയും ചെയ്യും. ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും ഈ വിശുദ്ധി സ്വന്തമാക്കിയാൽ ലോകത്തിന് മറ്റൊരു മുഖം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. ആരും ആരെയും ഉപദ്രവിക്കാത്ത, എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരും എല്ലാവരെയും സഹായിക്കുന്ന, സ്വന്തമെന്ന പോലെ കരുതുന്ന ഒരു ലോകം. ആ ഒരു ലോകത്തെ സ്വപ്നം കണ്ട് നമുക്ക് ജീവിക്കാം, അല്ല പ്രവർത്തിക്കാം, വിശുദ്ധരായി മാറാം. ലിയോൺ ബ്ലോയിയുടെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ, എല്ലാം പറഞ്ഞും പ്രവർത്തിച്ചും കഴിയുമ്പോൾ അവസാനം എൻ്റെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭാരം ഇതായിരിക്കും: ഒരു വിശുദ്ധനാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഭാരം, എന്ന ഒരു ചിന്ത. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരും അവരവരായിരിക്കുന്ന ജീവിത കർമ്മ പ്രവർത്തന മണ്ഡലങ്ങളിൽ
സത്യസന്ധതയോടെ ജീവിക്കുമ്പോൾ അവന് കൈമുതലായി വരുന്ന ഒരു പുണ്യത്തിൻ്റെ പേരാണ് വിശുദ്ധി എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ നല്ലവരാകാം, നല്ല പുരോഹിതനാകാം, നല്ല അപ്പച്ചനാകാം, നല്ല അമ്മച്ചിയാവാം, നല്ലൊരു ജോലിക്കാരനാവാം, നല്ലൊരു യുവാവാം, യുവതിയാവാം. അതാണ് വിശുദ്ധിയുടെ പ്രധാനപ്പെട്ട ഒരു തലം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ വിശ്വസ്തയോടെ ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് ചേർന്ന് നിൽക്കാം. വിശുദ്ധി പ്രാപിക്കുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുത്തു നിൽക്കുന്നവരായി മാറും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നാം കൂടുതൽ പുണ്യമുള്ളവരായി മാറുകയാണ്. സ്വർഗജീവിതത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നവരായി മാറുകയാണ്. അതാണ് ക്രൈസ്തവൻ്റെ ലക്ഷ്യവും ജീവിതത്തിൻ്റെ അവസാനവും. ഒരു സ്വർഗീയ ജീവിതം, ഈശോയോടൊത്തുള്ള ജീവിതം. അടുത്ത ഗാനം ആലപിക്കുമ്പോൾ ഈ വിശുദ്ധിയും സ്വർഗ ജീവിത ചിന്തയും നിങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. കൂടുതൽ ഉന്നതമായ ഉദാത്തമായ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ഉന്നതങ്ങളിലേക്കൊരു തീർത്ഥാടനം, അതാണ് ക്രൈസ്തവ ജീവിതം. ഉന്നതത്തിലേക്ക്, താഴേക്കല്ല. അധപതിച്ചു പോകരുത്. വിശുദ്ധിയിലൂടെ ഉന്നതത്തിലേക്ക് ഉയരാൻ, വളരാൻ നമുക്കിടയാവട്ടെ. സർവശക്തനോട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, നിന്റെ ഹൃത്തടത്തില എന്നെയും ചേർത്തു വയ്ക്കണേ. അമ്മ തൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ. യേശുവേ, നിന്റെ ഹൃത്തടത്തില എന്നെയും ചേർത്തു വയ്ക്കണേ. അമ്മ തൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ. അമ്മ തന്നില്ല, എങ്ങും കണ്ടില്ല, സ്നേഹമെന്തെന്നറിയില്ല. അമ്മ തന്നില്ല, എങ്ങും കണ്ടില്ല, സ്നേഹമെന്തെന്നറിയില്ല.
നൈരാശ്യമേറി മനം തളർന്നു ആരുമില്ലെനിക്കെന്നോർത്തു. നൈരാശ്യമേറി മനം തളർന്നു ആരുമില്ലെനിക്കെന്നോർത്തു. യേശുവേ നിന്റെ ഹൃത്തടത്തില എന്നെയും ചേർത്തു വയ്ക്കണേ. അമ്മ തൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ. നന്മ ചെയ്യുവാനാശയുണ്ടെന്നാൽ തിന്മ മാത്രം ഞാൻ ചെയ്യുന്നു. നന്മ ചെയ്യുവാനാശയുണ്ടെന്നാൽ തിന്മ മാത്രം ഞാൻ ചെയ്യുന്നു. നിൻ തിരുനീണമെന്നിൽ വീഴ്ത്തി നീ എന്നെയും സ്വന്തമാക്കണേ. നിൻ തിരുനീണമെന്നിൽ വീഴ്ത്തി നീ എന്നെയും സ്വന്തമാക്കണേ. യേശുവേ നിന്റെ ഹൃത്തടത്തില എന്നെയും ചേർത്തു വയ്ക്കണേ. അമ്മ തൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ. യേശുവേ നിന്റെ ഹൃത്തടത്തില എന്നെയും ചേർത്തു വയ്ക്കണേ. അമ്മ തൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ മുൻപിൽ പാപിയും ബലഹീനരുമായ ഞങ്ങൾ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപം ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കും. അമ്മ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് പോലെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ചേർത്ത് വയ്ക്കുമെന്ന് ഞങ്ങൾക്ക് വലിയ ഉറപ്പുണ്ട്, വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്താൽ, ആ ഒരു ഉറപ്പാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കർത്താവെ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്ന്. കുറവുകളും ബലഹീനതകളും ഉള്ളവരാണ് ഞങ്ങൾ. ആ ബലഹീനതകളോടും കുറവുകളോടും ചേർന്ന് കർത്താവെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ശിരസ് നമിക്കുന്നു. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ,
അവരെ തടയണ്ട എന്ന് പറഞ്ഞ കർത്താവെ, ഒരു കൊച്ചു കുഞ്ഞിൻ്റെ നിർമ്മലതയോടെ എന്നും വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ബലം. ആ ബലം അത് ജീവിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. അങ്ങയോട് ചേർന്ന് ഞങ്ങളുടെ ഈ കൊച്ചു ജീവിതം ഞങ്ങൾ പൂർത്തിയാക്കട്ടെ. ദൈവമേ, അനുഗ്രഹിക്കണേ. ജീവിതം വഴിമുട്ടി നിന്ന നാളിൽ നാഥനന്റെ കൂടെയില്ലെന്നോർത്തു പഴയ വലയും വള്ളവും എടുത്തു ഞാൻ ജീവിതത്തെ നോക്കി ആഞ്ഞു തുഴഞ്ഞു.